ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ലക്ഷറി വാഹനമാണ്. ലക്ഷറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേഴ്സഡീസിന്റെ ബെൻസ് ആണ്. ബെൻസ് സി ക്ലാസ് കംപ്രസറാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പരിചയപ്പെടുത്താൻ പോണത്. ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2012-13 സ്വിഫ്റ്റിനൊക്കെ മുടക്കണ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം സുഖമായിട്ട് സ്വന്തമാക്കാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ലക്ഷറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് തന്നെ ഇപ്പോൾ വാഹനത്തിൽ 2008 ഇതിന്റെ മോഡൽ. 2008 മോഡലായതുകൊണ്ട് തന്നെ ഇതിന് മുകളിൽ അന്ന് തന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ ഇറക്കിയിരിക്കുന്ന വാഹനം തന്നെയാണ്. പിന്നെ എയർ ബാഗ് സപ്പോർട്ട്, രണ്ട് എയർ ബാഗ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ്മെന്റ് സീറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന വാഹനമാണ്. ബെൻസിനെ കുറിച്ച് അധികം പറഞ്ഞ് ഞാൻ പുകഴ്ത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം ജർമ്മൻ ക്വാളിറ്റി എവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിസാര പൈസ മുടക്കിയിട്ട് ഒരു ലക്ഷറി സ്വന്തമാക്കാം. ആലോചിച്ച് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ബെൻസ് ഫുള്ളൊന്ന് കണ്ടു, അതിന് ശേഷം നമുക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വീണ്ടും ഒരു ലക്ഷറി കാറായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ ഒരു ലക്ഷറി കാറായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. പ്രൈസ് നിങ്ങൾ ഇതിൻ്റെ എൻഡ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് പ്രൈസ് ശ്രദ്ധിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സ്വിഫ്റ്റ് 2012-13 സ്വിഫ്റ്റൊക്കെ എടുക്കുന്ന പോലത്തെ ആ റേറ്റ്, ആ സെയിം റേറ്റ് തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷറി കാറായിട്ടുള്ള സി ക്ലാസ് സ്വന്തമാക്കാവുന്നതാണ്. ഈ വാഹനത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കളർ കൂടിയാണ്. ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് ലക്ഷറി കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് വേറെ തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബെൻസ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുമ്പോൾ ഇത് സി ക്ലാസ്സിൽ പെടുന്നതാണ്. അത് മാത്രമല്ല ഇതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് അന്നത്തെ കാലത്ത്, ഇത് 2008 മോഡലാണെങ്കിലും അന്നത്തെ കാലത്ത് തന്നെ ഇതിന് ഒട്ടുമിക്ക ഫീച്ചർ ലോഡറാണ് വാഹനം, ഇൻക്ലൂഡിങ് സൺറൂഫ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിന് വരുന്നുണ്ട്. ഇത് ടയേഴ്സ് നോക്കിയാൽ നല്ല ബ്രോഡായിട്ടുള്ള ടയേഴ്സ്, അതുകൂടാതെ തന്നെ 80-90% ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ്, മെഴ്സഡീസിൻ്റെ ഒറിജിനൽ ലോഗോ വന്നിരിക്കുന്ന അലോയ് വീൽസ്. പിന്നെ ഫ്രണ്ട് ഭാഗം നോക്കാം, ഇവിടെ പൊടിക്ക് ലൈൻ സ്ക്രാച്ചും കാര്യങ്ങളും കാണുന്നുണ്ട്. അത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു യൂസ്ഡ് കാർ ആകുമ്പോൾ ലൈൻ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ്. അത് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ പോകാവുന്ന കേസേ ഉള്ളൂ. അല്ലെങ്കിൽ ചെറിയൊരു ടച്ചപ്പോ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ മേജറായിട്ടുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. ലെഫ്റ്റ് സൈഡിലെ ടയേഴ്സ് നോക്കാം, ഇവിടെയും നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. അതേപോലെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കിനി റിയർ ഭാഗം നോക്കിയേക്കാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ടയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെയും ക്ലീൻ ആയിട്ടുള്ള അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ വിൻഷീൽഡ് നോക്കുകയാണെങ്കിൽ ഡിഫോഗറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. മുകളിലൊരു മൗണ്ടഡ് ആൻറ്റിന വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ കംപ്രസർ എന്ന് പറഞ്ഞ ആ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ പറ്റും. കൂടാതെ മെഴ്സഡീസിൻ്റെ ആ ഒരു ലോഗോയും C200ൻ്റെ ആ ഒരു ലോഗോയും ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ബമ്പേഴ്സിൽ അറിയണമെങ്കിൽ നമുക്ക് ഒട്ടനവധി ആ ഒരു സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ റൈറ്റ് സൈഡിലേക്ക് വരാം. ഇവിടെയും വണ്ടിയുടെ ക്വാളിറ്റി നോക്കി മനസ്സിലാക്കുക. നമ്മൾ ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടുകയാണ്. ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, ആ ലക്ഷറി ഒരു ഗോൾഡൻ ഒരു ഫുൾ കളർ തീമല്ല നമുക്ക് കിട്ടണം. കണ്ടോ, ആ ഒരു ലക്ഷറി ഫീൽ നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ തന്നെ ഇത് ഇരിക്കുമ്പോൾ തന്നെ നല്ല കംഫർട്ടാണ്. നിങ്ങൾ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം, അപ്പോഴാണ് അതിൻ്റെ കംഫർട്ട് മനസ്സിലാവുള്ളൂ. അതേപോലെ സീറ്റും കാര്യങ്ങളും നോക്കാം. വളരെയധികം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള സീറ്റ്സാണ്, നല്ല തൈ സപ്പോർട്ടാണ്. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ആ ഒരു എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാണാം. അതുകൂടാതെ തന്നെ ഡാഷൊക്കെ നല്ല ലക്ഷറി ഫീൽ തന്നെ വന്നേക്കണം. ഞാൻ പിന്നെ എടുത്തു വരേണ്ട ആവശ്യമില്ല, ലക്ഷറി കാറിനകത്ത് പിന്നെ ലക്ഷറി ഫീൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യം എടുത്തു വരേണ്ട ആവശ്യമില്ല. കൂടാതെ സ്റ്റിയറിംഗ് നോക്കാം. സ്റ്റിയറിംഗും മൗണ്ടഡ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡിൽ റോ, അതേപോലെ തന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കാണാം, ഒരു ക്വാളിറ്റി കാണാം. താഴേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ആ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മാറ്റ് നോക്കാം. മാറ്റൊക്കെ ലക്ഷറി മാറ്റ് തന്നെ കിടക്കണം. കണ്ടോ, 5D മാറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇതിൻ്റെ ഡോർ പാഡും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇവിടെയും ആ ഒരു ലക്ഷറി ഫീൽ നമുക്കിവിടെ കിട്ടും. ഇനി സീറ്റ്സ് നോക്കാം. അതുകൂടാതെ റിയർ ഭാഗം നോക്കാം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ മെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മെയിനായിട്ടൊരു ഭാഗം അല്ലെങ്കിൽ ഒരു ഫീച്ചർ നോക്കുന്നതാണ് സൺറൂഫ് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഒട്ടനവധി ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വരുന്ന ലൈറ്റിൻ്റെ കൺട്രോൾ. അതേപോലെ കേട്ടോ, ഇത്
നമ്മുടെ സൺറൂഫ് ഓപ്പൺ ചെയ്യുകയാണ്. വളരെ സ്മൂത്തായിട്ട് വർക്കിംഗ് ആയിട്ടുള്ള സൺറൂഫ്, അതേപോലെ തന്നെ വൺ ടച്ചാണ്. പ്രസ് ചെയ്യണമെങ്കിൽ ഉടനെ തന്നെ വളരെ സുഖമായിട്ട് തന്നെ ഇവിടെ ഒന്ന് അടയുകയും ചെയ്യും. ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്, കാരണം ഇത് 2008 മോഡലാണെങ്കിലും ആ ഒരു ഫീച്ചറിനും യാതൊരു പ്രശ്നവും കാര്യങ്ങളും വരുന്നില്ല. ഇവിടെ മിഡിൽ നമുക്ക് ആ ഒരു നോബും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഒന്ന് എക്സിറ്റ് അടിക്കാം. അതിന് ശേഷം വിമാനത്തിൻ്റെ നമുക്ക് റിയർ ഭാഗം നോക്കിയേക്കാം. പാസഞ്ചർ സൈഡ് നോക്കാം. ഇവിടെ 3 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, അതുകൂടാതെ ആംബ്രസ്റ്റ് വരുന്നുണ്ട്. പിന്നെ മിഡിൽ നമുക്ക് AC വെന്റ് വരുന്നുണ്ട്. വളരെ ലക്ഷറിയസ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഇന്നർ ഭാഗമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. പിന്നെ സൺറൂഫ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ എൻജിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മെഴ്സിഡീസ് ബെൻസ് C ക്ലാസിൻ്റെ C200ൻ്റെ ആ ഒരു എഞ്ചിൻ ഭാഗം. ഇവിടെ ക്ലീൻ ചെയ്യാൻ കുറച്ച് ഇതുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് പെൻഡിങ് ഉണ്ട്. അതിൻ്റെ മേലിൽ തന്നെ ചെറിയ പൊടി അഴുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ അതൊക്കെ ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തൊക്കെ വാഹനം ക്വാളിറ്റിയോടെ തന്നെ ഇരിക്കാൻ നിങ്ങൾക്ക് കാണാം. അതേപോലെ വീഡിയോ ഞാൻ വളരെ സ്ലോയിൽ തന്നെയാണ് പാൻ ചെയ്ത് പോകുന്നത്. വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശദമായിട്ട് എല്ലാ പാർട്സും നോക്കാവുന്നതാണ്. ലിഡിൻ്റെ കൂടി വീഡിയോ ഞാൻ എഡ്ജ് ടു എഡ്ജ് വ്യൂ തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിൽ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്കിനി ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മെഴ്സിഡീസിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് എന്ന് ലാവിഷ് ആയിട്ടുള്ള ബൂട്ടുണ്ട്. അതിവിശാലമായിട്ട് ബ്രോഡായിട്ടിരിക്കുന്ന ബൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൂടെ കാണാം. അതുകൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള ഒരു മേജറായിട്ടുള്ള എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ പാച്ചോ കാര്യങ്ങളോ നമുക്കൂടെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ജസ്റ്റ് സ്പെയർ വീലോ കാണിച്ചതേക്കാം. സ്പെയർ വീൽ നോക്കാം കേട്ടോ. ഇവിടെയും ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് വാട്ടർ കാണുന്നത് ഇപ്പോൾ ഇത്ര നേരം ഇതിൻ്റെ ലിഡ് ഓപ്പൺ ആക്കി വെച്ചേക്കുക. അതുപോലെ മഴയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം പെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. അതേപോലെ ഇതായിരുന്നു ഈ ഒരു മെഴ്സിഡീസ് ബെൻസ് C200ൻ്റെ വിശേഷങ്ങൾ. ഇത് നമുക്ക് ഇതിൻ്റെ വില ഭാഗം സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു മെഴ്സിഡീസിൻ്റെ ബെൻസ് C ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ട്. വണ്ടി നല്ല കലക്കം വാഹനമല്ല, ഒന്നും പറയാനില്ല. ലക്ഷറി ആയിട്ടുള്ള വാഹനം തന്നെയാണ്. പിന്നെ ആവശ്യമുള്ളവർക്ക് വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2012-13 മോഡൽ സ്വിഫ്റ്റിനൊക്കെ മുടക്കുന്ന കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെൻസ് എടുത്ത് സുഖമായിട്ട് തകർത്ത് കിടക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബെൻസിൻ്റെ ജസ്റ്റ് ഇൻട്രോയും അതേപോലെ തന്നെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റ് 4.25 lakhs, 4,25,000 ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനെപ്പോഴുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ, ടേക്ക് കെയർ.